ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇന്ന് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളുടെ ദിവസമാണേ. ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി എടുത്ത് അതൊന്ന് നനച്ച് വെക്കണം. ഒരു 15 മിനിറ്റെങ്കിലും അതൊന്ന് മാറ്റി വെക്കണം നനച്ചിട്ട്. ഞാൻ പുട്ടുപൊടിയെല്ലാം നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അത് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് പുട്ടിലേക്കുള്ള കറി തയ്യാറാക്കണം കേട്ടോ. ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് കറി വെക്കുന്നത്. ചിക്കൻ ഫ്രീസറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് ഉടനെ തന്നെ അത് ആദ്യം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചത് ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ചെറിയ ഉള്ളിയുടെ കൂടെ ആവശ്യമുള്ളൂ. ഞാനപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ തന്നെ ഇട്ട് കുത്തിയെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ചുള്ളൂ. അത് മിക്സിയിൽ നനയാൻ മാത്രമുള്ളതേ ഉള്ളൂ. കുറച്ച് കറിയിൽ ഉണ്ടാക്കുള്ളൂ രാവിലെ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇതിൽ തന്നെ ഇട്ട് ഒന്ന് കുത്തിയെടുത്തു കേട്ടോ. ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വെള്ളത്തിലിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് കറി വെക്കാം. കുക്കറിലാണ് കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ മുകളിലത്തെ തട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടുക്കുള്ള ചിക്കൻ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ടുക്കുള്ള ചിക്കൻ കറിയൊക്കെ നല്ല ഉഷാറിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷെ പണി പാളിയത് നമ്മുടെ പുട്ടിന് കുഴച്ച പൊടിയിലാണ് കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുട്ടുപൊടിയിൽ വെള്ളം ഏറി. അതായത് സാധാരണ കൊണ്ടുവരുന്ന പുട്ടുപൊടിയല്ല കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. സാധാരണ പുട്ടുപൊടി കൊണ്ടുവന്നാൽ അത്യാവശ്യം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് നനച്ച് വെക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ പാകത്തിന് പരുവത്തിലായി വരാറുണ്ട്. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, ആകെ അങ്ങോട്ട് കട്ട പിടിച്ചു. അപ്പോൾ സാധാരണ ഞാൻ പുട്ടിന് ചേർക്കുന്ന അത്ര വെള്ളം ഈ പൊടിക്ക് വേണ്ട. അത് ഇപ്പോൾ ഇന്നെനിക്ക് മനസ്സിലായി. ഇനി ആ പൊടി കൊണ്ടുവരുമ്പോൾ അത്ര വെള്ളം ചേർക്കാണ്ടിരിക്കും. ഇത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാട്ടോ. പക്ഷേ എന്നാലും ഞാനത് ശരിയാക്കി എടുത്തു കേട്ടോ. ഞാൻ കുറച്ചും കൂടെ പുട്ടും കൂടി അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് അതൊന്നങ്ങോട്ട് ശരിയാക്കി എടുത്ത് കുഴപ്പമില്ലാത്ത വിധത്തിൽ അതായി കിട്ടി. അപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ. ഇച്ചിരി മെനക്കെട്ടാലും അതൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും വളരെ നിസ്സാരമായിട്ടാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒന്ന് മനസ്സ് വെച്ചാൽ മതിയെന്ന് മാത്രം. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ അല്ലേ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ധൈര്യപൂർവ്വം നേരിടുക, മുന്നോട്ട് പോവുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പുട്ടുപൊടിയൊക്കെ ശരിയാക്കി എടുത്ത് പുട്ട് ചുടാൻ തുടങ്ങുകയാണ് കേട്ടോ. പുട്ട് ചുടാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച്, പുട്ടിലേക്ക് പൊടി മാത്രം പോലുള്ള തേങ്ങ കൂടെ വേണ്ടതെന്ന്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ കൂടെ ചെറുകിയെടുക്കാൻ പോവാണേ. ഇതേ അപ്പം അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ചിരകിയെടുത്തു. ഇതേ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് പുട്ടും ചുടുന്നത്. ഇതിൻ്റെ വിസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് ആവി കയറ്റുന്നത് കേട്ടോ. അങ്ങനെ പുട്ടും കുറ്റിയിൽ പുട്ടും തേങ്ങയും ഒക്കെ പടിപടിയായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ പുട്ട് വെച്ചിട്ടുണ്ട്. അതിനി അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കള ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ലാസ്റ്റ് വെച്ച് പുട്ടും കൂടെ റെഡി ആവാനുണ്ട് കേട്ടോ. അത് അവിടെ കിടന്നങ്ങനെ വേവട്ടെ. അതൊക്കെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്തു തീർക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി എടുത്തു വെക്കാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ചു. ഈ സിങ്കിൽ വരുന്ന പാത്രങ്ങളൊക്കെ കുറച്ചാകുമ്പോഴത്തേനും അങ്ങനെ കഴുകി വെച്ചാൽ നമ്മുടെ പണി നമുക്ക് പെട്ടെന്ന് തീർത്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒരുമിച്ച് പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ ഉടനെ തന്നെ അങ്ങോട്ട് കഴുകി വെക്കാൻ ശ്രമിക്കുക. ഇതെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ പുട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. ഇനി അടുത്തത് അലക്കണ പരിപാടിയാണ് കേട്ടോ. ഇതേ ഞാൻ ഇവിടെ നിന്നാണ് അലക്കാറ്. അതാണ് അലക്ക് കല്ല്. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അലക്കാൻ നോക്കും കേട്ടോ. അതങ്ങോട്ട് തീർത്താൽ ഒരു വലിയ പണി അങ്ങോട്ട് തീർന്ന പോലെയാണ്. അങ്ങനെ അലക്കലും തുണി വിരിച്ചിടലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു വന്ന് തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം ഞാൻ കലത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അലക്കാൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ വെക്കാറുണ്ട്. ഇന്ന് അലക്കി കഴിഞ്ഞു വന്നിട്ടാണ് വെള്ളം വെച്ചത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതിൽ കാണിക്കുന്നില്ല. അങ്ങനെ അതിന് ശേഷം പിന്നെ ഉച്ചക്കേക്കുള്ള പരിപാടിക്ക് നിന്നു.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ രാവിലെ അതൊന്ന് കുറച്ചെടുത്തിട്ട് കറി വെച്ചിരുന്നു പുട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കേക്ക് അതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയെടുക്കണം. അടുത്ത ടാസ്ക് അതാണ്. അപ്പോൾ ചിക്കൻ അങ്ങനെ അവിടെ കിടന്നങ്ങനെ വേവട്ടെ, നമുക്കിനി കറി ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ ചോറൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി കറിയാണേ. അവിടെ കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിലൊന്ന് കയറി തപ്പിയപ്പോൾ കുറച്ച് പച്ചക്കറികൾ കിട്ടി. മത്തനുണ്ട്, കുമ്പളങ്ങയുണ്ട്, പിന്നെ ഒരു ചെറിയ ബീട്രൂട്ട് ഉണ്ട്. അപ്പോൾ സാമ്പാറാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? പക്ഷേ സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, ഇല്ല കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ്റെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അത് ഏകദേശം വേവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് നമ്മൾ എടുത്തു, കുക്കർ തുറന്നിട്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളി, തക്കാളി, ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തത്. ചെറുള്ളി, തക്കാളി, പച്ചമുളക് ഇത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മസാലപ്പൊടി, മഞ്ഞൾ, മുളക്, മല്ലി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് പുറത്ത് പോയൊരു സാധനം കൂടെ പറിച്ചു കൊണ്ടുവന്നു. ഇതിൻ്റെ പേര് ഞങ്ങളിവിടെ പറയാറ് ഇംഗ്ലീഷ് ചീര എന്നാണ് കേട്ടോ. ഇതിന് കുറേ പേരുകളുണ്ട്, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ഇളക്കി കൊടുത്ത് അടുപ്പിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ ഇവിടെയും കിടക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് സിങ്കിലേക്ക് ഇട്ട് നമുക്ക് അതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം കേട്ടോ. അങ്ങനെ പാത്രം കഴിക്കുന്ന പരിപാടി കഴിയുമ്പോഴത്തേനും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് വറ്റൽമുളകിട്ട് അതുപോലെ നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചെടുത്തു. അങ്ങനെ സാമ്പാറും ചിക്കൻ വരട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആലുവ അടുപ്പാണ്, അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ചോറൊക്കെ വേവായി കഴിഞ്ഞ് അടുപ്പൊക്കെ നല്ല ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് വെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തു. അങ്ങനെ നമ്മുടെ വിറകടുപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കിയെടുക്കാം. ഇനി സിങ്ക് ഒന്ന് ഉരച്ചെടുക്കണം. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഉമ്മ മറ്റൊരു സാധനമായിട്ട് വന്നത് കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അത് മറ്റൊന്നുമല്ല, ചക്കയാണ് കേട്ടോ. നല്ല മധുരമുള്ള ചക്ക ഹസ്ബൻഡ് തുടർന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആ ചക്കയിൽ അങ്ങോട്ട് കൂടി ചക്ക മുറിച്ച് ചുളപ്പറിച്ച് അതങ്ങോട്ട് കഴിച്ചു. ചക്ക കണ്ടിട്ടായിരിക്കും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. ഇതിൻ്റെ ഭംഗി പോലെ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ആ ചക്കയുടെ ചുളയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര വിശേഷങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നൊരു ദിവസം വരാം. ഓക്കെ, ബൈ.